അനൂപ് ഷൺമുഖനും വിനേഷ് കുഞ്ഞനാവനും നമ്മളോടൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ അർജന്റീന ഇന്നത്തെ ദിവസം കാത്തുവെച്ചിരിക്കുന്ന മാജിക് എന്തായിരിക്കും എന്നത് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ മാജിക് ആയിരുന്നു അല്ലെ? അവസാന നിമിഷങ്ങളിൽ തിരിച്ചു വന്ന വമ്പൻ തിരിച്ചറിവ് നടത്തിയ ഒരു മത്സരം. ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഇത് ടീമിന്റെ കരുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ കരുത്തൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലണ്ടാണ്. പക്ഷേ മറുവശത്ത് കളിക്കുന്നത് അർജന്റീനയാണ്. അവർക്ക് തോൽക്കാൻ ഇഷ്ടമല്ല, തോൽക്കാൻ ഒരുക്കമല്ല. ഞങ്ങൾ മടങ്ങി വരും എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട്. കാരണം അതിനുള്ള അഹങ്കരിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയില്ലേ, ആ ഒരു അവകാശം ഉണ്ട് ഇപ്പോഴത്തെ അർജന്റീന ആരാധകർക്ക്. കാരണം അത്രത്തോളം കാലം പഴികൾ കേട്ട് വളർന്ന ആളുകളാണ്. ഞാൻ പറയാലോ, എൻ്റെ ഒരു 2002 മുതൽ ലോകകപ്പ് കണ്ടു തുടങ്ങിയ ആൾ. പക്ഷേ 2000 കാലഘട്ടത്തിൽ അർജന്റീന ആരാധകനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര വർഷം, ഏകദേശം എൻ്റെ ഒരു യൗവനവും കൗമാരവും ഒക്കെ കപ്പില്ലാത്ത ആ സമയത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തൊക്കെ ഇങ്ങനെ പഴി കേട്ട് വന്നു. പിന്നീട് തുടർ വിജയങ്ങൾ, തുടർ കിരീടങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും പഴി കേട്ട ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് അല്ലെ 10,000-കണക്കിന് അർജന്റീന ആരാധകർക്ക് പറയാൻ അവകാശമുണ്ട്. പേഴ്സണൽ റിവെഞ്ച് എന്നൊക്കെയാണ് പറയുന്നത്, മധുര പ്രതികാരം. അനൂപ്, ഈ ഇന്നലത്തെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിജയം വിജയിച്ചിരുന്നോ? മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ജയേഷ് പൂക്കോട്ട് ഒരു ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടായിരുന്നു, ഇവർക്ക് മര്യാദയ്ക്ക് കളിച്ചു വെച്ചൂടെ, എന്തിനാണ് ഈ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്ന്. ഈ അർജന്റീന മത്സരങ്ങൾ കാണുമ്പോഴേ, ഫുട്ബോൾ 90 മിനിറ്റ് ടീമുകൾ കളിക്കുന്നു, അല്ലെങ്കിൽ 120 മിനിറ്റ് കളിക്കുന്നു, അർജന്റീന ജയിക്കുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ കളി പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ കളിച്ചിട്ട് ഏതാണ്ട് 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മെസ്സി ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ല, മെസ്സിക്കെതിരെ ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഈ മനുഷ്യനെ നേരിടുക എന്നത് അവരാണ് പഠിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മെസ്സി കഴിഞ്ഞ 3 മത്സരങ്ങൾ അല്ലെങ്കിൽ 4 മത്സരങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങൾ ജീവിതം കൂടി പഠിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ, കുറച്ചുകൂടി താത്വികമായിട്ട് വേണമെങ്കിൽ അർജന്റീന മത്സരത്തെ വിലയിരുത്താമെന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പിന്മാറി പോകരുത്. അതിജീവനം നിങ്ങൾക്ക് സാധ്യമാണ്. ഇന്നലെ നോക്കുക, 85 മിനിറ്റ്, അതായത് അർജന്റീനയ്ക്കും മെസ്സിക്കും കളി മാറ്റാൻ കേവലം 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ മതി. അവസാനത്തെ 15 മിനിറ്റുകളിലാണ് അവർ 3 ഗോൾ തിരിച്ചെടുത്തത്. ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലെ ഇംഗ്ലണ്ടിന്റെ ഗോളി പിറ്റ്ഫോർഡിന്റെ വെള്ളക്കുപ്പി, അതിനകത്ത് മെസ്സി പെനാൽറ്റി എടുക്കാൻ വന്നാൽ അദ്ദേഹത്തെ കബളിപ്പിക്കണം പോലും. ഇടത്തേക്ക് ചാടുന്ന പോയി കാണിച്ചിട്ട് വലത്തേക്ക് ചാടണം. മോണ്ടിയലാണെങ്കിൽ വലത്തേക്ക് ചാടണം. ഇനി ഗോൺസാലസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. ഹെർണാണ്ടസ് ആണെങ്കിൽ നിങ്ങൾ ഇടത്തേക്ക് ചാടണം. ഇങ്ങനെ 21 കളിക്കാരുടെ അടക്കം ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. അപ്പൊ ഇത്രമാത്രം പ്ലാനിങ് അവിടെ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ട്. പക്ഷേ അവിടെ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ലയണൽ മെസ്സി എന്നൊരു കക്ഷി അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നത് മാത്രമാണ്. ഇതാണ് സംഭവം, വ്യത്യാസം അത് തന്നെയായിരുന്നു. ശരി, അപ്പൊ നമുക്ക് കളിയുടെ ഒരു കണക്ക് നോക്കിയാലോ? കണക്കുകൾ നോക്കി നമുക്ക് മറ്റു വിവരങ്ങൾക്ക് എങ്ങനെയാണ് അർജന്റീനയുടെ വിജയം എന്നുള്ള ഇതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് നമുക്ക് ആ കണക്കുകളിലേക്ക് വരുമ്പോൾ കൃത്യമായും ആദ്യത്തെ പകുതിയിൽ ഒപ്പത്തിനുള്ള പോരാട്ടം കണ്ടു. പിന്നീട് ഇംഗ്ലണ്ടിന്റെ ഗോൾ കണ്ടു. അതിനുശേഷമുള്ള പ്രകടനമാണ് ഈ കണക്കുകളിലും കാണുന്നത്, ഈ പട്ടികയിലും കാണുന്നത്. കാരണം അർജന്റീനയുടെ ഒരു ആധിപത്യം കാണുന്നത്, 14 ഷോട്ടുകൾ എതിർ ഗോൾമുഖം ലക്ഷ്യമാക്കി ഉതിർക്കുന്നു. അതിൽ 6 എണ്ണം കൃത്യമായി ലക്ഷ്യത്തിലേക്ക് തന്നെ പോകുന്നു. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 64% അർജന്റീൻ താരങ്ങളുടെ കാലുകളിൽ തന്നെയാണ്. 578 പാസുകൾ പരസ്പരം കൈമാറിയിട്ടുണ്ട്. അതിലെ കൃത്യത 93%. ഇംഗ്ലണ്ട് എത്രത്തോളം പിന്നാക്കം പോയിട്ടുണ്ട് എന്നുള്ളത് അവസാനമാണെങ്കിലും സമഗ്രാധിപത്യം കണക്കുകളിൽ ദൃശ്യമാണ് അല്ലേ? കൃത്യമായും ഗോൾ വന്നത് അവസാനമാണ്. ഇത് പറഞ്ഞല്ലോ, ആദ്യത്തെ പകുതി ഒരു ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കണ്ടു. പിന്നീട് ഇംഗ്ലണ്ടിന്റെ ഗോൾ കണ്ടു. ഇംഗ്ലണ്ടിന്റെ ഗോളിന് ശേഷമാണ് അർജന്റീനയുടെ ഒരു കംബാക്ക്. ഒരു ഗോൾ വീഴണമെന്ന് തോന്നുന്നു. ഒരു ഗോൾ വീണ് കഴിഞ്ഞാലാണ് തോൽപ്പിക്കാനുള്ള പാഠം എന്ന് പറഞ്ഞാൽ ആദ്യം ഗോൾ അടിക്കരുത് നിങ്ങൾ എന്നുള്ളതാണ് ഈ കളികളൊക്കെ തെളിയിക്കുന്നത്. അടിക്കുന്നുണ്ടെങ്കിൽ ഒരു 80-ന് ശേഷം അല്ലെങ്കിൽ 90-നടുത്ത് അടിക്കുക, എന്നാലാണ് തോൽപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതുവരെയുള്ള കാണുന്നത്. അപ്പോൾ നമുക്ക് മെസ്സിയുടെ കണക്ക് നോക്കാം. മെസ്സി ഉറപ്പായിട്ടും പറയേണ്ടത് ലയണൽ മെസ്സിയെ കുറിച്ച് തന്നെയാണ്. ലയണൽ മെസ്സി ഇന്നലെയും തന്റെ ഭാഗം ഭംഗിയായിട്ടുണ്ട്. 94 തവണയാണ് ആ മനുഷ്യൻ ഇന്നലെ പന്ത് കാൽകൊണ്ട് തൊട്ടിട്ടുള്ളത്. 94 തവണ, 54 പാസുകൾ തന്റെ താരങ്ങൾക്ക് കൈമാറിയ അദ്ദേഹം. ഒരു ഷോട്ടാണ് ഉതിർത്തിട്ടുള്ളത്, ഒരേ ഒരു ഷോട്ടാണ് ഉതിർത്തിട്ടുള്ളത്. പക്ഷേ 2 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. 2 അസിസ്റ്റുകൾ. അതിൽ ഒന്ന് കൃത്യമായും അവസാനത്തെ ഗോളിലേക്കൊക്കെ വന്ന അളന്നു മുറിച്ചു കൊടുത്തു. അതായത് ലൗട്ടാർ അവിടെ വരുന്നതായിട്ട് പോലും മെസ്സി മനക്കണ്ണിലാണ് കാണുന്നത്. അദ്ദേഹം പന്തിലാണ് ഇങ്ങനെയാണ് പോകുന്നത്. അവിടെ ലൗട്ടാർ ഓരോ വരുന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ കൃത്യമാണ് ആ കണക്കുകൂട്ടലുകൾ. മെസ്സി എന്ത് ചെയ്യുമെന്ന് ലൗട്ടാർ എങ്ങനെയാണോ മാരഡോണയെ അതുപോലെ ചുറ്റി നിന്നത്, സമാനമായി മെസ്സിയെ ചുറ്റി നിന്നതിന്റെ ഫോട്ടോസ് ഒക്കെ ഈ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അതെ,
അപ്പോൾ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മെസ്സി ഇന്നലെ എന്ത് മാന്ത്രികതയാണ് നമുക്ക് ഗ്രൗണ്ടിൽ കാണിച്ചത് എന്ന് മനസ്സിലാകും കൃത്യമായും. 4 കീ പാസുകളുടെ ഡ്രിബിൾസ്, 9 ഡ്രിബിൾസ്, അത് ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതലാണ് എന്നുള്ളതാണ്. 9 ഡ്രിബിൾസ് ഒക്കെ. ഏത് പ്രായം നോക്കണം, ഇങ്ങേർക്ക് പ്രായമൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ 1 or 2 വേൾഡ് കപ്പിൽ കാണാം എന്നുള്ളത്. ശരിയായി. ഓക്കെ, ഈ കണക്കുകൾക്ക് അപ്പുറത്തൊരു കാര്യമുണ്ട്. 4 അസിസ്റ്റുമായിട്ട് ഇപ്പോൾ 8 ഗോളും 4 അസിസ്റ്റ്. അതായത് ഗോൾഡൻ ബൂട്ട് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ എംബാപ്പെ എന്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ ആ കിരീടവും കൈവശം ഉണ്ടായിരിക്കും. ഓക്കെ.